പൂർണ്ണമായും സാധിച്ചുവെന്നും മൈക്കൽ റൂബിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ മരണപ്പെട്ട് അതിനുശേഷം നടന്ന അവരുടെ മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ, അതിൽ ഈ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഭീകരനായാലും ISI അംഗമായാലും പാകിസ്ഥാൻ സേനാംഗമായാലും തങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന യാഥാർത്ഥ്യമാണ് പാക് ഉദ്യോഗസ്ഥർ യൂണിഫോം അണിഞ്ഞ് ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതുകൊണ്ട് വ്യക്തമാകുന്നത്. സ്വന്തം സംവിധാനത്തിൽ നിന്ന് ജീർണിച്ച ഭാഗത്തെ പുറന്തള്ളാൻ പാകിസ്ഥാനോട് ലോകം ആവശ്യപ്പെടാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് ചർച്ചയെ സൈനിക നടപടിയിലേക്ക് ഇന്ത്യ വ്യത്യാസപ്പെടുത്തിയതും. അതിൽ പാകിസ്ഥാൻ നടുങ്ങുകയും ചെയ്തു. ഇന്ത്യയുമായിട്ടുള്ള ഓരോ യുദ്ധവും പാകിസ്ഥാനാണ് തുടങ്ങി വെച്ചത് എന്ന് ഉറപ്പിച്ചു പറയാനാകും. എന്നിട്ടും ഓരോ തവണയും തങ്ങൾ എങ്ങനെയോ വിജയിച്ചതായി പാകിസ്ഥാൻ സ്വയം ബോധ്യപ്പെടുത്തും. എന്നാൽ ഇത്തവണ അവർക്ക് അങ്ങനെയൊരു സ്വയം ബോധ്യപ്പെടുത്തൽ പോലും അസാധ്യമാകും. കാരണം ഏറ്റവും കൃത്യമായിട്ടാണ് ഭീകര താവളങ്ങളെയും ഭീകര പ്രവർത്തന പരിശീലന കേന്ദ്രങ്ങളെയും ഇന്ത്യ നശിപ്പിച്ചത്. പാകിസ്ഥാൻ ഒന്ന് പ്രതികരിച്ചപ്പോൾ അതിനെ നിഷ്പ്രഭമാക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. വെടിനിർത്തൽ നടപ്പിലാക്കാൻ വാലും ചുരുട്ടി നായയെ പോലെ പാകിസ്ഥാൻ പരക്കം പാഞ്ഞു. ഏറ്റവും പരിതാപകരമായ തോൽവിയാണ് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാകിസ്ഥാൻ സേനയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. പാക് സേനയ്ക്കുള്ളിൽ പ്രശ്നമാണ്. പാകിസ്ഥാൻ സമൂഹത്തിന് പാക് സൈന്യം ഒരു അർബുദം പോലെയാണ്. നമ്മൾ മുൻപ് ചെയ്തൊരു വീഡിയോയിലും ഇത് സൂചിപ്പിച്ചതാണ്. പാക് സൈന്യമാണ് പാകിസ്ഥാനെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസർ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ സ്വയം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ ആ രാജ്യം ഏറെ ദൂരം പോയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിഷയം. എന്തായാലും പാകിസ്ഥാന് കനത്ത പരാജയമാണ് ഇപ്പോൾ ഇന്ത്യയോട് നേരിടേണ്ടി വന്നത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചാണ് മൈക്കൽ റൂബിൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ പാകിസ്ഥാൻ നടത്തിയ എല്ലാ വിജയ അവകാശവാദങ്ങളെയും പൂർണ്ണമായി ഖണ്ഡിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ്പേർട്സും അന്താരാഷ്ട്ര മാധ്യമങ്ങളും.